ഈ വീഡിയോയിൽ കൂടി നമ്മൾ കാറിൻ്റെ ഓയിൽ ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കാറിൻ്റെ ഓയിൽ ലെവൽ നമ്മൾ ഒരു മാസം ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഓയിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ്റെ ലൈഫ് കുറയാനും സ്റ്റക്ക് ആവാനും വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ലെവൽ അറിയാനായിട്ട് ആദ്യം ഇതാണ് ഓയിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായി ഊരിയെടുക്കുക. അതിനു മുമ്പ് വണ്ടി നിരപ്പായ സ്ഥലത്ത് തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. നിരപ്പായ സ്ഥലത്ത് നിർത്തിയിട്ട് ഇത് ചെക്ക് ചെയ്യാവൂ. എന്നിട്ട് നമ്മൾ ആദ്യം ഇത് ക്ലീൻ ചെയ്യണം. ഈ ഒരു ഓയിലിൻ്റെ പാർട്ട് ഊരിയെടുത്തിട്ട് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ച് അവിടെ തന്നെ ആ ഹോളിൽ തന്നെ ഫുള്ള് കയറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് എടുക്കുക. ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റിന് വളരെ മുകളിലോട്ടോ താഴോട്ടോ ഓയിൽ ലെവൽ പോകാൻ അനുവദിക്കരുത്. മുകളിലോട്ടാണ് ഉള്ളതെങ്കിൽ ഓയിൽ ലെവൽ കൂടുതലെന്ന അർത്ഥം. അത് വളരെ കൂടുതലാണെങ്കിൽ എൻജിൻ ഡാമേജ് സംഭവിക്കാം. ഈ രണ്ടാമത്തെ പോയിൻറ്റിന് താഴെയാണ്, വളരെ താഴോട്ടാണ് ഓയിൽ നിൽക്കുന്നതെങ്കിൽ ഓയിൽ ലെവൽ കുറവെന്നാണ് അർത്ഥം. അത് എൻജിൻ സ്റ്റക്ക് ആവാൻ വരെ അവസരം ഉണ്ടാക്കിയേക്കാം. പിന്നെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓഫായിരിക്കണം. അത് മാത്രമല്ല വണ്ടി ചൂടായി നിൽക്കരുത്. അതായത് നമ്മളൊരു ഓട്ടം ഓടി വന്ന് കുറഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാവൂ. നിങ്ങൾ ഡെയിലി വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യേണ്ടതാണ് ഓയിൽ ലെവൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.